Hello, welcome back to my channel. So, in this video, I will purchase blouses. So, video start in the subscribe to subscribe to Instagram link follow അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് ഞാൻ കുറേ ബ്ലൗസുകൾ കാണിച്ചു തരുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് ആണ്. പർപ്പിൾ കളർ ബ്രൊക്കേഡ് ബ്ലൗസ് ആണിത്. ഈ ഒരു ബ്ലൗസിൻ്റെ ക്വാളിറ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും അടിപൊളിയാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൊളുത്ത് ബാക്കിലാണ് വരുന്നത്. ബാക്കിൽ ഇങ്ങനെ കയറിയിട്ടാട്ടോ. ഹാഫ് സ്ലീവ് ആണ്. പിന്നെ ഈ ഒരു ബ്ലൗസിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്ലൗസാണ്. പിന്നെ ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സോ ഈ ഒരു ബ്ലൗസ് സെറ്റ് സാരീൻ്റെ കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ മേടിച്ച സൈസ് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസാണ്. ഇവിടെ കണ്ടോ, ടൈറ്റ് ആണെങ്കിൽ നമുക്ക് അഴിച്ചിടാനുണ്ട്. ഞാൻ അത് പർച്ചേസ് ചെയ്ത് 303 റുപ്പീസിനാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസ് ആട്ടോ. അത് സെറ്റ് സാരീൻ്റെ കൂടെ ഒക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. ഞാൻ ഇന്ന് കാണിക്കുന്ന ഹോളിലെ ചില ബ്ലൗസിൻ്റെ സ്ലീവ് ചെറുതായിട്ട് ലൂസാണ് കേട്ടോ. ഇപ്പോൾ ഓൾട്ടർ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അങ്ങനെ ഭയങ്കര ലൂസായിട്ടൊന്നും കിടക്കുന്നില്ല. ഞാൻ എന്തായാലും സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ബ്ലൗസാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ബ്ലൗസിനാണെങ്കിൽ പാഡിങ് ഉണ്ട് കേട്ടോ. ഞാൻ അത് മേടിച്ചത് 34 സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിനാണെങ്കിൽ സ്ലീവിൻ്റെ അറ്റത്ത് പൈപ്പിംഗ് ഉണ്ട്. പിന്നെ നെക്കിലുണ്ട് കേട്ടോ പൈപ്പിംഗ്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. പിന്നെ ബാക്കിൽ ഇത്രയാണ് ഇറക്കം വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഗോൾഡൻ വള്ളിയുണ്ട്. ലൈനിങ് വരുന്നുണ്ട്. ഇവിടെ കൊളുത്ത് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണിത്. പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 295 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാന്തേരി സിൽക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൗസാണ്. ഹാഫ് സ്ലീവ് ആണ്. അപ്പോൾ ഇത് ഓറഞ്ച് കളറിലാണ് വരുന്നത്. സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ചില സൈഡിൽ നോക്കുമ്പോൾ ഗോൾഡൻ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ ബാക്കിൽ ഇങ്ങനെ കയറിയിട്ടാണ്. ആൻഡ് ഇവിടെയാണ് കൊളുത്ത് വരുന്നത്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു കളറും കൂടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾട്ടർ ചെയ്യാം. ഇനി ടൈറ്റ് ആണെങ്കിൽ ഇവിടെ അഴിച്ചിടാണ്ട് ഇത്രയുണ്ട് കേട്ടോ രണ്ട് സൈഡിലും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 342 റുപ്പീസിനാണ്. പിന്നെ ഇതിന് പാഡിങ് ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഒരൊറ്റ മെറൂൺ ബ്ലൗസിന് മാത്രമേ ഈ ഒരു ഹോളിൽ പാഡിങ് ഉള്ളൂ. ബാക്കിയെല്ലാം പാഡ് ഇല്ലാത്ത ബ്ലൗസാണ് കേട്ടോ. ആൻഡ് ഈ ഒരു ബ്ലൗസിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്ലൗസാണ്. ഇതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ബ്ലൗസിനാണെങ്കിൽ ലൈനിങ് വരുന്നില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിസ്കസ് റയോൺ ആണ്. പിന്നെ ഇതിൻ്റെ വേറെ കുറേ പല പ്രിൻറ്റ്സ് അവൈലബിൾ ആട്ടോ. ഈ ഒരു ബ്ലൗസ് പർച്ചേസ് ചെയ്ത് 34 എന്ന് പറഞ്ഞ സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ബാക്കിലാണ് കൊളുത്ത് വരുന്നത്. ബാക്കിൽ ഇങ്ങനെ കയറിയിട്ടാണ്. പിന്നെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ. ഇതിൻ്റെ ഫിറ്റിംഗ് ആണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ കാണിക്കുന്ന എല്ലാ ബ്ലൗസും സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 313 റുപ്പീസിനാണ്. ഇത് ടൈറ്റ് ആണെങ്കിൽ അഴിച്ചിടാനില്ല കേട്ടോ. ഞാൻ മേടിച്ച് 34 എന്ന് പറഞ്ഞ സൈസിലാണ്. 34 ഓൾട്ടറബിൾ അല്ല കേട്ടോ. 34 എന്ന് പറഞ്ഞ സൈസിലാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്ലൗസാണ്. അപ്പോൾ ഞാൻ അത് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ബ്രൊക്കേഡ് ബ്ലൗസാണ്. ഞാനത് മേടിച്ച് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. ബാക്കിൽ ഇങ്ങനെയാണ് കയറിയിട്ടാണ്. ഇവിടെ കൊളുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ എന്തായാലും ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. 3 കളേഴ്സ് കേട്ടോ. വേറെ 3 കളേഴ്സും കൂടി ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ഇത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇവിടെ അഴിച്ചിടാനുണ്ട്. ടൈറ്റ് ആണെങ്കിൽ നമുക്കിവിടെ അഴിച്ചിടാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 303 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്ലൗസാണ്. ഞാൻ ക്ലോസപ്പിൽ ഇതിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം. ബാക്കിൽ കയറിയിട്ടാണ്. ആൻഡ് ഇവിടെയാണ് ഹുക്സ് വരുന്നത്.
പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. ഇവിടെ അഴിച്ചിടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 303 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് ബ്ലൗസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് വരുന്നത്. സ്ലീവ് ആണെങ്കിൽ 3/4 സ്ലീവ് ആട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇവിടെ ആണെങ്കിൽ നെക്കിൽ പൈപ്പിംഗ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. ആൻഡ് സ്ലീവിൻ്റെ അറ്റത്തും പൈപ്പിംഗ് ഉണ്ട്. ആൻഡ് ഏറ്റവും അടിയിലും ഉണ്ട് പൈപ്പിംഗ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. ആൻഡ് നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഫിറ്റിംഗ് ആണെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഞാൻ മേടിച്ച സൈസ് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസാട്ടോ. ടൈറ്റ് ആണെങ്കിൽ നമുക്ക് അഴിച്ചിടാനുണ്ട്. ഇവിടെ കണ്ടോ, ഇത്രയും ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടിലാട്ടോ ഹുക്സ് വരുന്നത്. പിന്നെ ഇതിന് ലൈനിങ് വരുന്നില്ല. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 201 റുപ്പീസിനാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൗസ് ആട്ടോ അത്. പിന്നെ അതിൻ്റെ ഫിറ്റിംഗ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ സ്ലീവ്സ് കുറച്ച് ലൂസായിട്ടാട്ടോ എനിക്ക്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഭംഗി എനിക്ക് തോന്നി. ഞാൻ സാധാരണ ബ്ലൗസിൻ്റെ സ്ലീവ്സൊക്കെ ഇങ്ങനെ ബോഡി ഫിറ്റ് ആയിട്ടാട്ടോ അടുപ്പിക്കാറ്. പക്ഷേ ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിലും. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്. കൈയൊക്കെ ഇങ്ങനെ മടക്കാനാണെങ്കിലും ഇങ്ങനെ ലൂസായിട്ട് നല്ല എളുപ്പമാട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആട്ടോ അത്. ഞാൻ മേടിച്ചത് 201 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലൗസ് ആണ്. ഞാൻ ഓർഡർ ചെയ്ത വേറെ ഡിസൈനാണ്. പക്ഷെ എനിക്ക് വന്നത് ഈ ഒരു ഡിസൈനാട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ബ്ലൗസാണ്. ആൻഡ് ബാക്കിൽ കയറിയിട്ടാണ് ഇവിടെ ഹുക്സ് വരുന്നുണ്ട്. ഞാൻ മേടിച്ചത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. ഇവിടെ ചെറുതായിട്ട് ഓൾട്ടർ ചെയ്യാനുണ്ട്. ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലൗസ് അല്ല, ഈ ഒരു പ്രിൻ്റ് അല്ല ഞാൻ ഓർഡർ ചെയ്തത്, വേറെ ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ആർട്ട് സിൽക്കാണ്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലൗസാണ്. ഇതിലിങ്ങനെ അജറാക്ക് പ്രിൻറ്റും വരുന്നുണ്ട്. പിന്നെ പ്ലെയിൻ മെറൂൺ ഷെയ്ഡും ഉണ്ട്. കയ്യിൽ പ്രിൻ്റഡ് ആണ്. അറ്റത്ത് പ്ലെയിൻ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ പൈപ്പിംഗ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. ആൻഡ് നെക്കിലുണ്ട് പൈപ്പിംഗ്, ബാക്കിലും ഉണ്ട്. ബാക്കിൽ ഇവിടെ മെറൂൺ ഷെയ്ഡാട്ടോ, പ്ലെയിൻ ആണ്, പ്രിൻ്റഡ് അല്ല. ആൻഡ് ഇവിടെ ആട്ടോ ഫ്രണ്ടിൽ ഇവിടെ മാത്രം പ്രിൻ്റ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അടിയിലും പൈപ്പിംഗ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. ഫ്രണ്ടിലാണ് ഹുക്സ് വരുന്നത്. മെറ്റീരിയൽ കോട്ടൺ ആണ്. പിന്നെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ. പിന്നെ ഇവിടെയും പൈപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 200 റുപ്പീസിനാണ്. ആൻഡ് ഇതാണെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്ത സൈസ് 34 എന്ന് പറഞ്ഞ സൈസാണ്. ഇതിൽ 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസും അവൈലബിൾ ആട്ടോ. എല്ലാ സൈസിനും അങ്ങനെയുണ്ട്. ആൻഡ് ഇതിനാണെങ്കിൽ ഇത്രയും ഉണ്ട് കേട്ടോ എക്സ്ട്രാ. ടൈറ്റ് ആണെങ്കിൽ നമുക്ക് അഴിച്ചിടാം. അഴിച്ചിടുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഇവിടെ അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ എക്സ്ട്രാ അടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അടിച്ചിട്ട് വേണം അഴിച്ചിടാൻ. അപ്പോൾ ഇതിൻ്റെ സൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മേടിച്ചത് 34 ആണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു ബോഡി പാർട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. സ്ലീവ്സ് എനിക്ക് കുറച്ച് ലൂസാട്ടോ. പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ എനിക്ക് എൽബോ ലെങ്ത്ത് വരെ ഇല്ല കേട്ടോ. അതിനേക്കാളും കുറച്ചിങ്ങനെ കയറിയാണ് നിൽക്കുന്നത്. ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലൗസാണ്. ഗ്രീൻ കളറിൽ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ബ്രൊക്കേഡ് ബ്ലൗസാണ്. ബാക്കിലാണ് ഹുക്സ് വരുന്നത്. ബാക്കിൽ ഇങ്ങനെ കയറിയിട്ടാണ്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ഞാൻ മേടിച്ചത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. ഇവിടെ ഓൾട്ടർ ചെയ്യാനുണ്ട്. ഇത്രയും. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 342 റുപ്പീസിനാണ്. പിന്നെ എൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചുകൂടെ റഫായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ ഇത് അയൺ ചെയ്യുമ്പം ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മെറ്റീരിയൽ എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ബാക്കിലൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ അയൺ ചെയ്യാനുണ്ട്. പിന്നെ ഭയങ്കര ചൂട് വെച്ചിട്ട് അയൺ ചെയ്താൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെനിക്ക് അധികം ഇഷ്ടമായിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ഈ റോസ് കളറിലുള്ള ബ്ലൗസാണ്. ബാക്കിലാണ് ഹുക്സ്. ബാക്ക് ഇങ്ങനെ കയറിയിട്ടാണ്. ഞാനത് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്.
ആൻഡ് ഇതിൻ്റെ വേറെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 34 ഓൾട്ടറബിൾ എന്ന് പറഞ്ഞ സൈസിലാണ്. ഇവിടെ ഓൾട്ടർ ചെയ്യാനുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അയൺ ചെയ്യുമ്പം ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വിടുന്ന പോലെ ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ അധികം ചൂടോടെ ഇങ്ങനെ ചൂടിൽ അയൺ ചെയ്യല്. അപ്പോൾ മെറ്റീരിയൽ ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് ഒരു ഓക്കെ ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.